വോട്ട് പ്രദർശനം ഇപ്പോൾ ബേപ്പൂർ മണ്ഡലത്തിൽ എത്തി നിൽക്കുകയാണ്. നിലവിലെ MLA യും മന്ത്രിയുമായ സ്ഥാനാർത്ഥിയായ മന്ത്രി PM മുഹമ്മദ് റിയാസിന് വളരെ സ്നേഹപൂർണമായ സ്വീകരണം ഓരോ കേന്ദ്രങ്ങളിൽ. ഇപ്പോൾ ഒരു വീട്ടുമുറ്റത്തിന്റെ പരിസരത്താണ് ഈ സ്വീകരണം നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. വളരെ മനോഹരമായ സന്തോഷകരമായ ദൃശ്യങ്ങളാണ്. അപ്പോൾ വോട്ട് പ്രദർശനത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. അപ്പൊ എങ്ങനെയാണ് നോക്കൂ, ഈ വൈബൊക്കെ കാണുന്നുണ്ട്. വളരെ ആവേശകരമായ വളരെ സ്നേഹപൂർണമായ സ്വീകരണമാണ്. അതെ, 5 കൊല്ലം MLA പ്രവർത്തിക്കും ഇവിടുത്തെ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കൂടെ നിന്നിട്ടുണ്ട്. അത് വല്ലാത്തൊരു കരുത്താണ്. ഇത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യാണ്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ആ കരുത്ത് ഈ തെരഞ്ഞെടുപ്പിലും കാണാനുണ്ട്. തെരഞ്ഞെടുപ്പിൽ എവിടെയെങ്കിലും വോട്ട് അഭ്യർത്ഥിച്ചാൽ അല്ല, ഇവിടെ നിങ്ങൾ വരണമെന്നില്ല, ഇന്ന ആളുകൾ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചോദിച്ചിട്ടുണ്ട്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ അതൊരു വല്ലാത്തൊരു കരുത്താണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ളതിൽ ലഭിക്കുന്നത്. ഈ മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളും പല സമയങ്ങളും നമ്മൾ വന്നതാണ്. വളരെ എന്താ പറയാ, ഒരു വലിയ വലിയ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടന്നിരിക്കുന്നത്. റോഡായാലും മറ്റെല്ലാ മേഖലകളിലും ഒരുപാട് വികസന പ്രവർത്തനം കേരളത്തിലാകെ നടന്നു. ഓരോ നിയോജക മണ്ഡലത്തിലും ആവശ്യമുള്ള കാര്യങ്ങൾ നടപ്പിലാക്കാനായി. എല്ലായിടങ്ങളിലും ജനങ്ങളാണ് വികസന ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. അപ്പൊ ജനങ്ങളുടെ ആവശ്യങ്ങൾ പിന്നീട് വികസന പദ്ധതികളായി മാറി. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ജനങ്ങളുടെ വിജയമാണ്. ആ വികസനം പിന്നെ ജനങ്ങൾ ഏറ്റെടുക്കുകയാണ്. ജനങ്ങൾ ഏറ്റെടുത്ത് ആ വികസനം ഞങ്ങൾ മുന്നോട്ട് വെച്ചതിന്റെ ഭാഗമായിട്ടാണ് വന്നതെന്ന് പറയുകയാണ്. അത് ജനങ്ങൾ വികസനത്തിന്റെ ബ്രാൻഡ് അംബാസഡർമാരായി മാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് വലിയൊരു കരുത്താണ് LDFനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന വലിയൊരു കരുത്താണ്. ഒരുപക്ഷെ സെൽഫി എടുത്തുകൊണ്ട് ഒരു ബൈറ്റ് തരുന്ന ആദ്യത്തെ സ്ഥാനാർത്ഥി ഞാനായിരുന്നു. അപ്പൊ ഈ കഴിഞ്ഞ തവണയൊക്കെ വലിയ ഭൂരിപക്ഷം, ബേപ്പൂരിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തിനാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത്. ഇത്തവണ അതിലും കൂടുതലായിരിക്കും. അഹങ്കാരത്തോടെ പറയല്ല, ജനങ്ങളിൽ നിന്നും ലഭിക്കുന്ന സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പിന്തുണ വെച്ച് പറയുകയാണ്. 2021 സർവകാല റെക്കോർഡ് വോട്ടാണ് കിട്ടിയത്, 82,000. അത് 2026 മറികടക്കും. ഇത്രയും പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗത്തെ കൂടെ കിട്ടിയോണ്ട് ചോദിക്കുകയാണ്. പല തലങ്ങളിൽ ഇപ്പോൾ ഈ ഡീൽ ആരോപണമൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെക്കുറിച്ച് എന്താണ് പാർട്ടി നേതാവ്? അജണ്ട വഴിമാറ്റാനാണ്. വികസനം ചർച്ച ചെയ്യപ്പെടുന്നു, കേരളത്തിലെ LDF സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനം ചർച്ച ചെയ്യപ്പെടുന്നു. അതിൽ നിന്ന് അജണ്ട വഴിമാറ്റണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വളരെ ബോധപൂർവമായ ഇടപെടലാണ്. ഈ കടലുണ്ടി ഗ്രാമപഞ്ചായത്ത് ബേപ്പൂരിന്റെ മണ്ണിലാണ്, ബേപ്പൂർ മണ്ഡലത്തിൽ 991 കോലീബി പരസ്യ സ്ഥാനാർത്ഥി ഇവിടെ കണ്ടതാണ്. KG മാരാർ എന്ന ആത്മകഥയിൽ പിന്നീട് മറ്റു കാര്യങ്ങൾ എഴുതിയതാണ്. 40 മണ്ഡലങ്ങളിൽ UDFന് വോട്ടും തിരിച്ച് മഞ്ചേശ്വരത്ത് BJPക്ക് UDF വോട്ടും. കേരളത്തിന് നിയമസഭയിൽ ആദ്യമായി BJP അക്കൌണ്ട് 2016 നിയമത്തെ തുറന്നത് കോൺഗ്രസ് വോട്ട് പറിച്ചിട്ടാണ്. കേരളത്തിന്റെ ലോക്സഭയിൽ 20 സീറ്റിൽ ആദ്യമായി തൃശൂരിൽ താമര വിരിഞ്ഞത് കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടാണ്. കോൺഗ്രസ് നേതാക്കന്മാർ തന്നെ പറഞ്ഞു മുരളീധരനെ തോപ്പിച്ചാണ്. പിന്നീട് ഒരു അന്വേഷണ കമ്മീഷൻ വന്നു. DCC ഓഫീസിൽ ഒരു കൂട്ടത്തല്ല് നടന്നു. ഒരുപക്ഷെ ഒളിമ്പിക്സ് പോലും ഉണ്ടാവില്ല, അജാതിത്തല്ല. എന്നിട്ട് അതിനെക്കുറിച്ച് ഒരു അന്വേഷണ കമ്മീഷൻ വെച്ചു. എവിടെ പോയി അതിന്റെ റിപ്പോർട്ട്? അപ്പൊ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. BJP ഉയർത്തുന്ന അപകടകരമായ മതവർഗീയതയ്ക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഗവൺമെന്റ് കേരളത്തിലെ LDF ഗവൺമെന്റാണ്. ഇന്ത്യയിൽ നേറ്റിവിറ്റി കാർഡ് കേരളത്തിലല്ലാതെ എവിടെ ഇറക്കിയിട്ടുണ്ട്? ഇന്ത്യയിൽ പൌരത്വ വിജ്ഞാപനം നടപ്പിലാക്കില്ല എന്ന വിജ്ഞാപനം, പൌരത്വ നിയമം നടപ്പിലാക്കില്ല എന്ന വിജ്ഞാപനം ഇറക്കിയ സ്റ്റേറ്റ് ഗവൺമെന്റ് LDF അല്ലാതെ വേറെ ഏതുണ്ട്? ഇന്ത്യയിൽ മതവർഗീയ കലാപമില്ലാത്ത 10 കൊല്ലം ഉള്ള ഒരു സംസ്ഥാനം വേറെ ഏതുണ്ട്? അതൊക്കെ LDF ആയതുകൊണ്ടാണ്. അപ്പൊ LDFനെ നേരായ വഴിക്ക് തോൽപ്പിക്കാൻ പറ്റില്ല എന്നുള്ള വളഞ്ഞ വഴിക്കുള്ള ശ്രമമാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. അപ്പൊ എല്ലാ ആശംസകളും. താങ്ക് യു. അപ്പൊ ഇത് വളരെ വൈബിലൂടെ നീങ്ങി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഒരുപക്ഷെ ഒരു സ്ഥാനാർത്ഥിക്ക് ഏറ്റവും മനോഹരമായ ഏറ്റവും രസകരമായ സ്വീകരണങ്ങൾ ലഭിക്കുന്നു. മുഹമ്മദ് റിയാസിനെ ഈ മണ്ഡലം അങ്ങനെയാണ് നെഞ്ചേറ്റിരിക്കുന്നത് എന്നുള്ളതാണ്. വളരെ എന്താ പറയാ, ഒരു വൈബ് തന്നെയാണ് ഈ ഓരോ സ്വീകരണ കേന്ദ്രങ്ങളിൽ. ഇതേ കാഴ്ചകളാണ് കാണുന്നത്. ബേപ്പൂരിൽ നിന്നും ക്യാമറമാൻ RK ഫിറോഷിനൊപ്പം PV കുട്ടൻ.